മോഹൻ ചരൺ മാഞ്ചി രാജിയിലേക്ക് പോകുമോ എന്ന് BJP-യുടെ ഭയം അത് വല്ലാതെ കൂടിയിരിക്കുന്ന സാഹചര്യമാണ്. നിലവിൽ BJP-യിലെ വിമത MLA-മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്നാൽ കേന്ദ്ര നേതൃത്വമാണ് അവരെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന ധ്വനിയിലൂടെയാണ് മോഹൻ ചരൺ മാഞ്ചിയുടെ ഭരണകൂടത്തെ BJP-യുടെ MLA-മാർ തന്നെ വിമർശിക്കുന്നത്. നമുക്കറിയാം BJP-ക്ക് കേവല ഭൂരിപക്ഷം മാത്രമാണ് ഒഡീഷയിലുള്ളത്, 78 സീറ്റുകൾ. അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJP-ക്ക് ലഭിക്കണമെങ്കിൽ 73 സീറ്റ് വേണം. അതിൽ നിന്നും കേവലം 5 സീറ്റ് അധികം മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷത്താണെങ്കിൽ ബിജു ജനതാദളും കോൺഗ്രസും കൈകോർത്ത് തന്നെയാണ് ഏത് അട്ടിമറിക്കും നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറിയിലൂടെയാണ് BJP അധികാരത്തിലെത്തിയത്. ലോക്സഭയിൽ 21-ൽ അവിടെ BJP 20 സീറ്റും ജയിച്ചു. ഒന്ന് ആലോചിക്കണം, ഒഡീഷയിലെ BJP-യുടെ ഏറ്റവും വലിയ ലോക്സഭാ വിജയങ്ങളിൽ ഒന്നാണ്. 1 സീറ്റ് കോൺഗ്രസ്. എന്നാൽ 24 കൊല്ലം തുടർച്ചയായി ഭരിച്ച നവീൻ പട്നായിക്കിന് 1 സീറ്റ് പോലും ലോക്സഭയിൽ BJD-ക്ക് വേണ്ടി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. 24 കൊല്ലത്തെ തുടർച്ചയായ ഭരണം അവസാനിച്ച് നവീൻ പട്നായിക് പ്രതിപക്ഷ നിരയിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ ഏത് നിമിഷവും ഒരു അട്ടിമറിയിലൂടെ BJD കോൺഗ്രസ് നേതൃത്വം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ശുഭ സൂചനയാണ് ഒഡീഷയിലെമ്പാടും കാണുന്നത്. BJP-യെ തളയ്ക്കാൻ കെൽപ്പുള്ള രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് അവിടെ കോൺഗ്രസും കാട്ടുന്നത്. കോൺഗ്രസിന് ശക്തിയുള്ള ഏകദേശം 4-5 ജില്ലകളുണ്ട്. അവിടെയൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ശക്തമായ ത്രികോണ പോരാട്ടം നേരിട്ട് തന്നെയാണ് BJD-യെയും BJP-യെയും പരാജയപ്പെടുത്തിക്കൊണ്ട് MLA-മാരായത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ BJD വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പറയുന്നു, ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ കാര്യമായിരുന്നാലും ഇനി വരും കാലത്ത് പാർലമെന്റ് സമ്മേളനങ്ങളിലും പ്രതിപക്ഷ നിരയിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് നവീൻ പട്നായിക് ഉറച്ച സ്വരത്തിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ പോരാട്ടങ്ങൾ തന്റെ കണ്ണു തുറപ്പിക്കുകയാണ്. താൻ ഇതുവരെ രാഷ്ട്രീയപരമായി സമദൂരമാണ് BJP-യോടും കോൺഗ്രസിനോടും പാലിച്ചതെങ്കിലും ഇത്തവണ കൃത്യമായ നീക്കം നടത്താനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് ഭരണകാലത്ത് പ്രണബ് മുഖർജിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയത്ത് അവിടെ PA സാഗ്മ ആയിരുന്നു NDA-യുടെ എതിർകക്ഷി. അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത് BJD-യും കൂടെ ചേർന്നാണ്. നവീൻ പട്നായിക് അക്കാലത്ത് മുഖ്യമന്ത്രിയായി. എന്നാൽ ഇനി BJP-യുടെയോ NDA-യുടെയോ ഒരു കാര്യത്തിലും ഒരു രീതിയിലുള്ള അയവും കാണിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബിജു ജനതാദൾ നേതാവ് കൂടിയായിട്ടുള്ള നവീൻ പട്നായിക്. കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് ഒഡീഷയിൽ അതിന്റെ ഫലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. BJP സർക്കാർ വീഴും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്.